നോട്ടിൻ്റെ SSLC IT വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC IT പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട IT-യുമായി ബന്ധപ്പെട്ട എല്ലാ ടൂളുകളും പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ഇതേപോലെ എല്ലാ ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. ആദ്യമായി നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ ഡിസൈനിങ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളെ പരിചയപ്പെടാം. അതിനുവേണ്ടി നമുക്ക് ആ സോഫ്റ്റ്വെയർ തുറക്കാം. ഈ സോഫ്റ്റ്വെയർ തുറക്കുന്ന ക്രമം നിങ്ങൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ്, വെക്ടർ ഗ്രാഫിക്സ് എന്ന ക്രമത്തിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫയൽ മെനുവിലെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എന്നതിൽ നിന്നും ഷോ പേജ് ബോർഡർ എന്നുള്ളത് അൺടിക്ക് ചെയ്യുകയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇതെല്ലാവരും കൃത്യമായി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ക്രമമാണ്. സ്ക്രീനിൻ്റെ ഇടതുഭാഗത്തായി നിങ്ങൾക്ക് ടൂൾ ബോക്സ് കാണാൻ കഴിയും. ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതും. ഏറ്റവും മുകളിലായി മൗസ് പോയിന്റർ ഷേപ്പിൽ കാണുന്നതാണ് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സെലക്ഷൻ ടൂൾ. അതേപോലെ ചിത്രങ്ങൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരയ്ക്കാൻ റെക്റ്റാങ്കിൾ ടൂൾ, സർക്കിൾ ടൂൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഈ ടൂൾ ബോക്സിൽ കാണാവുന്നതാണ്. ടൂൾ ബോക്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ടൂൾ. നമുക്ക് ആവശ്യമായ ടെക്സ്റ്റുകൾ ചിത്രത്തിനകത്തേക്ക് ഉൾപ്പെടുത്താനാണ് ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ടൂൾ ബോക്സിൽ ഇല്ലാത്ത മറ്റ് മെനു കാണാൻ വേണ്ടി താഴെ കാണുന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയന്റ് ടൂൾ പോലെയുള്ള മറ്റ് ടൂളുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു ചിത്രം വരയ്ക്കുന്നതിന് സർക്കിൾ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാം. സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളിൽ കാണുന്ന കളറിനെയാണ് നമ്മൾ ഫിൽ കളർ എന്ന് പറയുന്നതും ഔട്ടർ സൈഡിൽ വരുന്നവയെ നമ്മൾ സ്ട്രോക്ക് കളർ എന്നും പറയാറുണ്ട്. പരീക്ഷയ്ക്ക് നമ്മളോട് ഫിൽ ആൻഡ് സ്ട്രോക്കുകൾ മാറ്റം വരുത്താൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഫിൽ കളറിൽ മാറ്റം വരുത്താൻ ഇവിടെ നിന്ന് നമുക്ക് ഫിൽ കളറിലെ കളറുകൾ മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. അതേപോലെ താഴെ കാണുന്ന കളർ പാലറ്റിൽ നിന്ന് നമുക്ക് ആവശ്യമായ രീതിയിൽ ഫിൽ കളറുകൾ മാറ്റാൻ കഴിയും. രണ്ടാമത്തേത് വരുന്നത് സ്ട്രോക്ക് പെയിന്റ് ആണ്. ഈ ചുറ്റിലും കാണുന്ന ബോർഡറിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇതേപോലെ ഇവിടെ നിന്ന് നമുക്ക് ആ കളറുകൾ ഉപയോഗിച്ച് ആവശ്യമായ കളറുകളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി സ്ട്രോക്കിന്റെ വിഡ്ത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്ട്രോക്ക് സ്റ്റൈലിൽ നിന്നും വിഡ്ത്ത് എന്നുള്ള ക്രമത്തിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ അതിൻ്റെ വലുപ്പ വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള 3 കാര്യങ്ങളാണ് ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് സൗകര്യം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇനി സ്ട്രോക്ക് തീരെ ആവശ്യമില്ല എങ്കിൽ സ്ട്രോക്ക് പെയിന്റിൽ നിന്നും നോ പെയിന്റ് എന്നുള്ളത് നൽകിയാൽ മതി. ഇതിനാണ് നമ്മൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു പൂർണ്ണവൃത്തം, ഒരു ഫുൾ സർക്കിളിനെ നമുക്ക് അർദ്ധവൃത്തത്തിലേക്ക് സെമി സർക്കിളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് എൻഡ് എന്നീ 2 വാല്യൂസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം ലഭിക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാർട്ട് എന്നുള്ള വാല്യൂവിനെ 180 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അർദ്ധവൃത്തം ലഭിക്കുന്നതാണ്. ഇതേപോലെ നേരെ തിരിച്ചും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് എന്നുള്ള സ്ഥലത്ത് 0 എന്നുള്ള വാല്യൂവും അതേപോലെ എൻഡ് എന്നുള്ള സ്ഥലത്ത് 180 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ചുള്ള ഒരു സർക്കിളും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വൃത്തങ്ങളെ അർദ്ധവൃത്തങ്ങളാക്കി മാറ്റാൻ കഴിയും. ഇനി തിരിച്ച് പൂർണ്ണവൃത്തത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ കാണുന്ന ഹോൾ എലിപ്സ് എന്ന് പറയുന്ന ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ ഒരു പൂർണ്ണവൃത്തത്തിലേക്ക്, ഫുൾ സർക്കിളിലേക്ക് എത്താൻ കഴിയുന്നതാണ്. ഇനി മറ്റൊരു ടൂളാണ് നമുക്ക് 2 സർക്കിളുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടി. ഉദാഹരണമായി നമ്മൾ കപ്പ് സോസർ പഠിച്ച സമയത്ത് അവിടെ കപ്പിന്റെ ഹാൻഡിൽ നമ്മൾ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ 2 സർക്കിളുകൾ തമ്മിൽ ഈ ഒരു റെഡ് കളറിൽ കാണുന്ന ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതേപോലെ 2 വൃത്തങ്ങളെ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിക്കുക. നമുക്ക് സർക്കിൾ ടൂൾ ഉപയോഗിച്ച് 2 സർക്കിളുകൾ ഇതേപോലെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ വൃത്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാൻ വേണ്ടി സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് 2 വൃത്തങ്ങളും മുഴുവനായി കൊള്ളുന്ന രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് മെനുവിൽ നിന്നും ഡിഫറൻസ് എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഡിഫറൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 വൃത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസം വരുന്ന ഭാഗം മാത്രം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ഒരു പ്രത്യേക ഭാഗം മാത്രം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇനി മറ്റൊരു സൗകര്യമാണ് ഡ്യൂപ്ലിക്കേറ്റ്. ഇതേപോലെ വൃത്തങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഒരേ വൃത്തത്തിന്റെ മറ്റൊരു ഷേപ്പുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ
എഡിറ്റ് മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ക്രമത്തിൽ ഇതേ വൃത്തത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് വൃത്തത്തിന്റെ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് വേണ്ടത്, ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിനു ശേഷം എഡിറ്റ് മെനുവിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഒബ്ജക്റ്റിന് മുകളിലായി തന്നെ നമുക്ക് അതേ ഒരു ഒബ്ജക്റ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡ്യൂപ്ലിക്കേറ്റുകൾ തയ്യാറാക്കാൻ കഴിയും. ഇനി നമുക്ക് ഒബ്ജക്റ്റുകളെ ക്രമീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ ഉദാഹരണമായി ഞാൻ 3 നിറത്തിലുള്ള 3 സർക്കിളുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു. യെല്ലോ, ഗ്രീൻ, റെഡ് എന്നീ നിറങ്ങളിലാണ് ഈ ഒരു വൃത്തങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ ഏറ്റവും മുകളിലുള്ള ഒബ്ജക്റ്റിനെ എനിക്ക് ഏറ്റവും പിറകിലായി ക്രമീകരിക്കാൻ വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ ടു ബോട്ടം എന്നുള്ളത് ഉപയോഗിച്ചാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. അതായത് ഏറ്റവും പിറകിലായി ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ ടു ബോട്ടം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. ഇനി ഒരു വൃത്തത്തെ ഏറ്റവും മുകളിലേക്ക്, ഏറ്റവും ഫ്രണ്ട് സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ റൈസ് ടു ടോപ്പ് എന്നുള്ളതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഒരു സ്റ്റെപ്പ് മാത്രം പിറകിലേക്ക് ചെയ്യാൻ വേണ്ടി, ഉദാഹരണമായി ഈ ഒരു വൃത്തത്തെ റെഡ് സർക്കിളിന് പിറകിലായി ക്രമീകരിക്കാൻ വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ എന്നുള്ളത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഒരു സ്റ്റെപ്പ് മാത്രം നമുക്ക് ഒബ്ജക്റ്റിനെ പിറകിലേക്ക് ക്രമീകരിക്കാം. തിരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒബ്ജക്റ്റ് മെനുവിലെ റൈസ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം. ഈ രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റുകളെ ക്രമീകരിക്കാൻ കഴിയും. ഒബ്ജക്റ്റ് മെനുവിലെ റൈസ്, ലോവർ, റൈസ് ടു ടോപ്പ്, ലോവർ ടു ബോട്ടം എന്നിവയാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വരച്ചിരിക്കുന്ന ഒബ്ജക്റ്റുകളെ മുഴുവനായി സെലക്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓരോരോ വൃത്തങ്ങളും സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോരോ വൃത്തങ്ങളായിട്ടാണ് നമുക്ക് ലഭിക്കുക. ഇവയെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ആ ഒബ്ജക്റ്റുകളെ മുഴുവനായി മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ഗ്രൂപ്പ് എന്നുള്ളത് ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റ് നമുക്ക്, ഈ സർക്കിളുകളെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഇനി തിരിച്ച് ഓരോരോ ചിത്രങ്ങളായി, ഓരോരോ ഒബ്ജക്റ്റുകളായി ലഭിക്കുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് മെനുവിലെ അൺഗ്രൂപ്പ് എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് തിരിച്ച് ഇതേപോലെ ഓരോരോ ഒബ്ജക്റ്റുകളായി നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ഗ്രേഡിയന്റ് ടൂൾ. ഇവിടെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ലഭിക്കുന്നത്. ഇതേപോലെ ഒന്നിൽ കൂടുതൽ കളറുകളെ മിശ്രണം ചെയ്ത് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ 2 തരത്തിലുള്ള ഗ്രേഡിയന്റ് ഉണ്ട്. ഒന്ന് ലീനിയർ ഗ്രേഡിയന്റ് ആണ്, രണ്ടാമത്തേത് റേഡിയൽ ഗ്രേഡിയന്റ് ആണ്. ലീനിയർ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഗ്രേഡിയന്റ് ആണോ വേണ്ടത്, ഏത് സർക്കിളിനാണോ നൽകേണ്ടത്, ആ ഒബ്ജക്റ്റിന് മുകളിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീനിയർ ഗ്രേഡിയന്റ് ലഭിക്കുന്നതാണ്. ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് വരുന്ന രീതിയിലാണ് ലീനിയർ ഗ്രേഡിയന്റ് നമുക്ക് ലഭിക്കുക. ഈ കളറുകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നോഡുകളിൽ ക്ലിക്ക് ചെയ്ത്, ഈ കാണുന്ന നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ കളറുകൾ നമുക്കിവിടെ നൽകാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഗ്രേഡിയന്റ്, ലീനിയർ ഗ്രേഡിയന്റ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ മറ്റൊരു ഗ്രേഡിയന്റ് ആണ് റേഡിയൽ ഗ്രേഡിയന്റ്. നമുക്ക് സെന്റർ പോയിന്റിനെ ക്രമീകരിച്ചുകൊണ്ട് ഗ്രേഡിയന്റ് നൽകുന്നവയാണ് റേഡിയൽ ഗ്രേഡിയന്റ്. ഇവിടെയും നമുക്ക് കളറുകൾ മാറ്റാൻ വേണ്ടി ഈ നോഡുകളിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ കളറുകൾ നമുക്ക് നൽകാവുന്നതാണ്. ഇത്തരത്തിലാണ് ഗ്രേഡിയന്റ് നമ്മൾ ക്രമീകരിക്കുന്നത്. ഇനി ഗ്രേഡിയന്റിന് സ്ഥാനം മാറ്റണമെങ്കിൽ ഈ കാണുന്ന നോഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായതുപോലെ സ്ഥാനങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇത്രയുമാണ് ഒബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടൂളുകൾ. ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂളാണ് ടെക്സ്റ്റ് ടൂൾ. ഈ ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ എഴുത്തുകളെ, ടെക്സ്റ്റുകളെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്നതാണ്. സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യാനുള്ളത് അത് നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ആവശ്യമായ എഡിറ്റിംഗ് മാറ്റം വരുത്താവുന്നതാണ്. ഉദാഹരണമായി ഞാൻ അവിടെ ദിസ് ഈസ് എക്സാമ്പിൾ എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വലുപ്പം ക്രമീകരിക്കാൻ നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇവയുടെ നോഡുകൾ ഉപയോഗിച്ച് വലുതാക്കാം. അതേപോലെ ഇവിടെ കാണുന്ന സ്റ്റൈലുകളിൽ നിന്നും നമുക്ക് ആവശ്യമായ സ്റ്റൈലുകൾ കട്ടി കൂട്ടിയതാണ് വേണ്ടതെങ്കിൽ ഇവിടുന്ന് ബോൾഡ് എന്നുള്ളത് തിരഞ്ഞെടുക്കാം. അതേപോലെ ഫോണിന്റെ സൈസ് നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ്. മറ്റ് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ആ സൈഡിൽ കാണുന്ന കോർണറുകളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ അതിന്റെ വലുപ്പ ക്രമീകരണങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനെ ആർച്ച് ഷേപ്പിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു സെമി സർക്കിൾ ഷേപ്പ് വരയ്ക്കാം.
നമ്മൾ പറഞ്ഞു സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ള സ്ഥലത്ത് 180 എന്നുള്ള വാല്യൂ നൽകി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെമി സർക്കിൾ ലഭിക്കുന്നതാണ്. ഈ ഒരു ഷേപ്പിലേക്കാണ് നമുക്ക് ടെക്സ്റ്റ് ഉൾപ്പെടുത്തേണ്ടത് എങ്കിൽ ഈ സെമി സർക്കിളും ടെക്സ്റ്റും കൂടി ഒരുമിച്ച് നമുക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം ടെക്സ്റ്റ് മെനുവിലെ പുട്ട് ഓൺ പാത്ത് എന്നുള്ള ക്രമത്തിൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ആവശ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി ഈ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ടെക്സ്റ്റിനെ ഉൾപ്പെടുത്താം. ഇനി ഒരു സർക്കിൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ താഴെ കാണുന്ന കളർ പാലറ്റിൽ നിന്നും നൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒബ്ജക്റ്റ് മെനുവിലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് സൗകര്യത്തിലെ ഫിൽ കളറിനെ നോ പെയിന്റ് എന്നുള്ള ക്രമത്തിലോ നമുക്ക് ആവശ്യമായ രീതിയിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകൾ നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇനി പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ, ഒരു SVG ഫോർമാറ്റിലുള്ള ഫയലിനെ ഓപ്പൺ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ള ക്രമത്തിൽ നമുക്ക് ആവശ്യമായ ചിത്രങ്ങളെ എക്സാം ഡോക്യുമെന്റ്സ് എന്നുള്ള ചിത്രത്തിൽ നിന്നോ ഇമേജ് 10 എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നോ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ചിത്രങ്ങളെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ള ക്രമത്തിലാണ് നമ്മൾ ചിത്രങ്ങളെ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ആവശ്യമായ ചിത്രങ്ങൾ, പരീക്ഷയ്ക്ക് ആവശ്യമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇമേജ് 10 എന്ന ഫോൾഡറിനകത്ത് നൽകിയിരിക്കുന്നതാണ്. അതിനുവേണ്ടി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ ചിത്രങ്ങളെ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്തേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ ചിത്രങ്ങളെ ഈ ഒരു ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിനകത്തേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി പരീക്ഷയിൽ നിങ്ങളോട് സേവ് ചെയ്യാൻ വേണ്ടി പറയുക PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നാണ് പറയുന്നതെങ്കിൽ ഫയൽ മെനുവിലെ എക്സ്പോർട്ട് PNG ഇമേജ് എന്നുള്ളത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചിത്രങ്ങളെ PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫയൽ നെയിം എന്നുള്ളത് നേരെ കാണുന്ന എക്സ്പോർട്ട് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് നിങ്ങളുടെ പരീക്ഷാ ഫയലുകളെ സേവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫയൽ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകിയതിനു ശേഷം _question നമ്പർ നൽകുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന എക്സ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രം PNG ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ആവുന്നതാണ്. ഇനി SVG ഫയലായിട്ട് സേവ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഫയൽ മെനുവിലെ സേവ് അല്ലെങ്കിൽ സേവ് ആസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഫയലിനെ നിങ്ങളുടെ ഫോൾഡറിനകത്ത് എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _question നമ്പർ നൽകി ഫയലിനെ സേവ് ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ്സിലെ IT പരീക്ഷയിൽ ചോദിക്കുന്ന ആനിമേഷൻ പാഠഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. മാതൃകയിൽ തന്നിരിക്കുന്ന പോലെ ഒരു ആനിമേഷൻ വീഡിയോ തയ്യാറാക്കാനാണ് നമ്മളോട് ചോദ്യം തന്നിരിക്കുന്നത്. ഈ ക്രിയേറ്റ് ആൻ ആനിമേഷൻ ഓഫ് എ ക്ലൗഡ് മൂവിങ് എവേ ഇൻ ദ സ്കൈ, ആകാശത്തിലൂടെ ഒരു മേഘം നീങ്ങി പോകുന്നതിന്റെ ഒരു ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി sky.sifz എന്ന് പറയുന്ന ഒരു ഫയൽ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ള സങ്കേതം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യേണ്ടത്. അതിനുശേഷം ഹിന്റുകൾ തന്നിട്ടുണ്ട്. cloud.png എന്ന് പറയുന്ന ഇമേജ് 10 ഒരു ചിത്രത്തെ നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം ആനിമേഷൻ ചെയ്യുന്ന സമയത്ത് such a way that the cloud gets smaller as it moves away, അത് നീങ്ങി പോകുന്നതിനനുസരിച്ച് ആ മേഘം ചെറുതായി വരുന്ന രീതിയിലാണ് ആനിമേഷൻ തയ്യാറാക്കേണ്ടത്. അതിനുശേഷം റൺ ദ ആനിമേഷൻ, ഈ ആനിമേഷൻ റൺ ചെയ്യണം. അവസാനം FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് റെൻഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഫയലിനെ സേവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആ സോഫ്റ്റ്വെയർ തുറക്കാം. നമുക്കറിയാം സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആനിമേഷൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ മെനുവിലെ ഗ്രാഫിക്സിൽ നിന്നും സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ളത് ഉപയോഗിച്ച് ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നിന്നും sky.sifz എന്ന് പറയുന്ന ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ചിത്രം നമുക്കിവിടെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളത് ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക, സിൻഫിക്സ് സ്റ്റുഡിയോയിൽ ഏത് ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ പറഞ്ഞാലും ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളത് ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ചിത്രം ഇമേജ് 10 ഫോൾഡറിൽ ബേർഡ് എന്നുള്ള ചിത്രം നൽകിയിരിക്കുന്നു. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്, ക്ലൗഡ് എന്ന് പറയുന്ന ചിത്രമാണ്.
ക്ലൗഡ് എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്ലൗഡിൻ്റെ ചിത്രം നമുക്ക് ലഭിച്ചിരിക്കും. ആവശ്യമായ ഒബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ 0 ഫ്രെയിമിലാണ് ഒബ്ജക്റ്റുകളെ ക്രമീകരിക്കുന്നത്. അപ്പോൾ 0 ഫ്രെയിമിൽ മേഘം നമുക്ക് ഈ സ്ക്രീനിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ക്രമീകരിക്കും. അപ്പം ആദ്യത്തെ ഫ്രെയിമിൽ എങ്ങനെയാണോ നമുക്ക് വേണ്ടത് അതേപോലെ ക്രമീകരിച്ചതിന് ശേഷം ആനിമേഷൻ മോഡ് ഓൺ ചെയ്യാം. താഴെ കാണുന്ന ആനിമേറ്റ് എഡിറ്റിംഗ് മോഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്ക്രീനിന് ചുറ്റും ഒരു റെഡ് ബോക്സ് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആനിമേഷൻ മോഡ് ഓൺ ആയി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ഫ്രെയിം, അതായത് 120ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യാം. 120ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം 120ാമത്തെ ഫ്രെയിമിൽ ക്ലൗഡ് എവിടെയാണോ വേണ്ടത് അവിടേക്ക് ക്ലൗഡിനെ മൂവ് ചെയ്ത് വെക്കാം. അതിനുശേഷം ക്ലൗഡിൻ്റെ വലുപ്പം ചെറുതായി വരുന്ന ക്രമത്തിലാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ക്ലൗഡിനെ നമ്മൾ വലുപ്പം ചെറുതാക്കി വെക്കും. ഇത്രയും ചെയ്തതിന് ശേഷം ആനിമേഷൻ മോഡ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യത്തെ സീക്ക് ടു ബിഗിൻ കൊടുത്ത് ആദ്യത്തെ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനിമേഷൻ്റെ ഒരു മാതൃക ഇവിടെ കാണും. അപ്പം ഈ മേഘം ഇവിടേക്ക് വരുന്നതിനനുസരിച്ച് അതിൻ്റെ സൈസിൽ മാറ്റം വരുന്നുണ്ട്. പറഞ്ഞതുപോലെ ചിത്രം ഉൾപ്പെടുത്തി ആനിമേഷൻ കൊടുത്തു, ആനിമേഷൻ റൺ ചെയ്തു. ഇനി നമുക്കതിനെ FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ മെനുവിലെ റെൻഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ടാർഗറ്റ് ഫയൽ നെയിം നമുക്ക് എവിടേക്കാണോ സേവ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ചൂസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ exam10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ നൽകി FLV ഫോർമാറ്റിലേക്കാണ് നമ്മളോട് എക്സ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ നൽകി .FLV എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹോമിലെ exam10 ഫോൾഡറിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ .FLV എന്ന് പേര് നൽകിയതിനു ശേഷം റെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ റെൻഡറിങ് ആവും. റെൻഡർ കഴിഞ്ഞാൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വരും. ഇത് നിങ്ങൾക്ക് ഹോമിലെ exam10 ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആനിമേറ്റഡ് വീഡിയോ ഇവിടെ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഈ തരത്തിലാണ് ആനിമേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളിലും ചെയ്യേണ്ടത്. ഇതേ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, മാതൃകയിൽ തന്നിരിക്കുന്നത് പോലെ ട്രാക്കിലൂടെ നീങ്ങിപ്പോകുന്ന ഒരു ട്രെയിനിൻ്റെ ആനിമേഷൻ തയ്യാറാക്കുക. ഇവിടെയും പറയുന്നുണ്ട് track.sifz എന്ന് പറയുന്ന ഒരു ഫയലിനെ ഓപ്പൺ വഴിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം ട്രെയിനിൻ്റെ ചിത്രം ഹോമിലെ Image10 ഫോൾഡറിൽ നിന്നും train.png എന്ന ചിത്രം ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ ഉൾപ്പെടുത്തേണ്ടത്. ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, സിൻഫിക് സ്റ്റുഡിയോ എന്ന ക്രമത്തിൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ള ക്രമത്തിൽ track.sifz നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന track.sifz എന്ന ഫയലിനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ആയി. ഇനി നമുക്ക് ട്രെയിനിൻ്റെ ചിത്രമാണ് വേണ്ടത്. ഹോമിലെ Image10 ഫോൾഡറിൽ നിന്നും train.png എന്ന ചിത്രം നമ്മൾ ഉൾപ്പെടുത്തുന്നു. ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഹോമിലെ Image10ലെ train.png എന്ന ചിത്രത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇനി ഫ്രെയിം തുടങ്ങുന്ന ആദ്യത്തെ ഫ്രെയിമിൽ ട്രെയിൻ എവിടെയാണോ വേണ്ടത് അതേപോലെ നമുക്ക് ക്രമീകരിക്കണം. അതിനുവേണ്ടി ട്രെയിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് നോഡ് ഉപയോഗിച്ച് ആവശ്യമായ ആദ്യത്തെ ഫ്രെയിമിൽ വരേണ്ടതുപോലെ ആ ഒരു ചിത്രത്തെ ക്രമീകരിക്കുന്നു. അതിനുശേഷം ആനിമേഷൻ മോഡ് ഓൺ ചെയ്ത് 120ാമത്തെ ഫ്രെയിം നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ട്രാക്ക് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ 120F എന്നിവിടെ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യും. അതിനുശേഷം 120ാമത്തെ ഫ്രെയിമിൽ ട്രെയിൻ എവിടെയാണോ വേണ്ടത് അതേപോലെ നമ്മൾ ഈ ട്രെയിനിനെ ക്രമീകരിക്കുന്നു. അതിനുശേഷം ആനിമേഷൻ മോഡ് ഓഫ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രവർത്തനത്തെ പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ട്രാക്കിലൂടെ ട്രെയിൻ നീങ്ങി മാറുന്ന ഒരു ആനിമേഷൻ നമുക്ക് തയ്യാറായി കഴിഞ്ഞു. ഇതിനെ FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഫയൽ മെനുവിലെ റെൻഡർ എന്നുള്ള ക്രമത്തിൽ ചെയ്യുന്നു. അതിനുശേഷം ഹോമിലെ exam10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ .FLV എന്ന് നൽകി റെൻഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ഒരു വീഡിയോയെ നമുക്ക് FLV ഫോർമാറ്റിലേക്ക് റെൻഡർ ചെയ്യാൻ കഴിയുന്നതാണ്.
ഇതേപോലെ മറ്റൊരു ചോദ്യമാണ് മരക്കൊമ്പിലേക്ക് പറന്നു വരുന്ന പക്ഷിയുടെ ആനിമേഷൻ തയ്യാറാക്കുന്നു. ഇവിടെയും ഇതേ ക്രമങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നു 2 ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ SIFZ ഫയൽ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, tree.png, bird.png എന്നീ 2 ചിത്രങ്ങളെയാണ് നമ്മളിവിടെ ഉൾക്കൊള്ളിക്കേണ്ടത്. അങ്ങനെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം tree.png എന്ന ചിത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ലഭിച്ചു. അതേപോലെ രണ്ടാമത്തെ ചിത്രമായിരിക്കുന്ന bird.png എന്ന ചിത്രയും നമ്മൾ ഉൾപ്പെടുത്തുന്നു. അതും ഫയൽ മെനുവിലെ ഇമ്പോർട്ട് ഉപയോഗിച്ച് ബേർഡ് എന്ന് പറയുന്ന ചിത്രത്തെയും നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി ആദ്യ ഫ്രെയിമിൽ ബേർഡ് ഇവിടെ മുകളിലാണ് വരേണ്ടത്. 0 ഫ്രെയിമിൽ എവിടെയാണോ വരേണ്ടത് അവിടെ ക്രമീകരിച്ചതിന് ശേഷം ആനിമേഷൻ മോഡ് ഓൺ ചെയ്ത് 120ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. 120ാമത്തെ അവസാനത്തെ ഫ്രെയിമിൽ ബേർഡ് എവിടെയാണോ വരേണ്ടത് അവിടെ വെച്ചതിന് ശേഷം ഈ നോഡ് ഉപയോഗിച്ച് കിളിയുടെ വലുപ്പം ക്രമീകരിക്കുന്നു. ആനിമേഷൻ മോഡ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാവുന്നതാണ്. അപ്പം ആനിമേഷൻ കൃത്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സേവ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതില്ല. സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ മെനുവിലെ സേവ് ആസ് എന്നുള്ളത് ഉപയോഗിച്ച് ഹോമിലെ എക്സാംപ്റ്റൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി ഈ ഫയലിനെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക, _ ചോദ്യ നമ്പർ നൽകിയതിന് ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സിൻഫിക് സ്റ്റുഡിയോയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരേ ക്രമത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ഫയൽ മെനുവിലെ ഓപ്പൺ എന്നുള്ളത് ഉപയോഗിച്ചാണ് SIFZ ഫയലുകൾ തുറക്കുന്നത്. ഇമ്പോർട്ട് എന്നുള്ളത് ഉപയോഗിച്ചാണ് നമ്മൾ ചിത്രങ്ങളെ ഉൾപ്പെടുത്തുന്നത്. റെൻഡർ ഉപയോഗിച്ചിട്ടാണ് FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ ആദ്യത്തെ ഫ്രെയിമിൽ എവിടെയാണോ വേണ്ടത് ആ ഒബ്ജക്റ്റുകളെ കൃത്യമായി ക്രമീകരിക്കുക. ആനിമേഷൻ മോഡ് ഓൺ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ ഫ്രെയിം സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഫ്രെയിമിൽ എങ്ങനെയാണോ വേണ്ടത് അതേപോലെ വെച്ച് ആനിമേഷൻ മോഡ് ഓഫ് ചെയ്യുക. ഇങ്ങനെ എളുപ്പമുള്ള രീതിയിൽ നമുക്ക് സിൻഫിക് സ്റ്റുഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ കഴിയുന്നതാണ്.